അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ, രണ്ടാമത്തെ പ്രതിഫലം കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അല്ലാഹു മതിയാവുകയാ. അവൻ അല്ലാഹു മതി, വേറെ ആരും വേണ്ട. എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. ലക്ഷങ്ങളുടെ കടം വന്നാൽ എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. വീടിന്റെ പണി പകുതിയിൽ കിടക്കുകയാണ്, പലിശക്കെടുക്കണ്ട, ലോൺ എടുക്കണ്ട. പടച്ചവനെ കൊണ്ടുപോയിട്ട് പണയം വെച്ച പൈസ കൊണ്ട് വീട് പണിയണ്ട, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. എന്റെ പെൺമക്കള് വളർന്നു വരികയാണ്, വളഞ്ഞ വടിയിലൂടെ പണം വേണ്ട. എന്റെ റബ്ബന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പെൺമക്കളുടെ വിവാഹം നടക്കുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അവൻ അല്ലാഹ് മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് വിഷയത്തിലും പെണ്ണുമ്പിള്ള ചോദിക്കും, മക്കൾ രണ്ടെണ്ണം കെട്ടിക്കാറായി, വളർന്നു വരുന്നല്ലോ, എന്ത് ചെയ്യണം? അല്ലാഹ് നോക്കിക്കൊള്ളും, അല്ലാഹ് നോക്കിക്കൊള്ളും. പടച്ചവനെ വീടിന്റെ പണി തുടങ്ങ്, വീടിന്റെ പണി പകുതി കിടക്ക, ഭാര്യ ചോദിക്കുക ഇതിനകത്ത് കയറണ്ട, ഇതിനെന്ത് ചെയ്യും? അപ്പൊ പെണ്ണുമ്പിള്ള പറയും, ലോൺ എടുക്കാം. നിന്നെ പോലെ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കരുത് കേട്ടാ. എടാ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കഷ്ടപ്പെട്ടൊരു വീട് വെക്കും, ഉള്ള പൈസയും സ്വർണ്ണമെല്ലാം കൂടെ വിറ്റുപറക്കിയിട്ടൊരു വീട് വെക്കും. വീടിന്റെ വാർപ്പ് വരെ എത്തി, അപ്പൊ ഭാര്യ വന്നിട്ട് പറയിക്ക, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ അകത്ത് കയറാം. മോളെ പൈസ ഇല്ല, ലോൺ എടുക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം പലിശക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത്? പറചങ്ങാതി, പലിശക്ക് എടുത്തിട്ടാണ് വീട് വെക്കേണ്ടത്? നിനക്ക് ക്ഷമിക്കാൻ മനസ്സില്ല. ഇത്രയും തന്ന അള്ളാഹുവിന് ബാക്കി കൂടെ തരാൻ കഴിയുമെന്നുള്ള ഉറപ്പ് നിനക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായത്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസിയുണ്ടല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇന്ന് വഴുത് കഴിഞ്ഞ് വിടന്ന വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങളുടെ വീടിനകത്ത് കയറി നിന്നിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്താ വീടിനകത്തിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഇന്ന് നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല, ഇനി നമുക്ക് വേറെ വീട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസും തന്റെ മക്കളും ഇറങ്ങിപ്പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. ഏത് വിഷയത്തിന് നമ്മൾ എന്തിനാ പേടിക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? സഹോദരാ, നീ ഒരു മുസ്ലിമല്ലേ? നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ലേ? എന്തിനാ നീ ഭയപ്പെടുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മുടെ കൂടെ പടച്ചറപ്പുണ്ടല്ലോ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഏതു പടച്ചറപ്പെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും മഹാനായ പ്രവാചകന്റെ ചരിത്രം നമുക്കറിയുമല്ലോ. ഏത് അല്ലാഹുവാണ് നമ്മുടെ കൂടെയുള്ളതെന്നറിയുമോ? എടാ മുസ്ലിമേ, റബ്ബിനെ കുറിച്ച് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. ആരാണെന്ന് മനസ്സിലാക്ക. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു.
ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന് പഠിച്ചോ. ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം? ഉദാഹരണം പറഞ്ഞ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. നേതാവ് മൈക്കെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറയും ജീവൻ വരെ കൊടുക്കണം, എന്ത് വന്നാലും അനങ്ങരുതെന്ന്. ലാത്തി ചാർജ് തുടങ്ങി ആദ്യം ഓടുന്ന ആരാ? നേതാവിനെ കാണാറില്ല, അടികൊള്ളുന്നത് പാവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ മദീനത്ത് പൊക്കോ. എല്ലാരെയും പറഞ്ഞു വിട്ടു. അവസാനമാ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാട് വിടാൻ പോകുന്നു എന്ന് ശത്രുക്കൾ മുഴുവനും അറിഞ്ഞു. എല്ലാവരും വാളും പിടിച്ചുകൊണ്ട് വന്നിട്ട് മുത്തുനബിയുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുക, ഇറങ്ങി അപ്പ വെട്ടിക്കൊല്ലണം. അങ്ങനെ വാളും പിടിച്ചുകൊണ്ട് ശത്രുക്കൾ മുഴുവനും വീട് വളഞ്ഞിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും മാത്രമേ വീടിനകത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലിയെ നീ ഇവിടെ കിടക്കോ? നിങ്ങൾ ചിന്തിക്കണം, അലിയാര് തങ്ങളുടെ ആ ഒരു ധൈര്യം ചിന്തിക്കണം. വീട് മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വളഞ്ഞു നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എനിക്ക് പകരം നീ ഇവിടെ കിടക്കോ? ഞാൻ കിടക്കാൻ നബി, എനിക്കൊരു പേടിയില്ല. അലിയാര് തങ്ങൾ അവിടെ കിടക്കാൻ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് നബിത്തങ്ങളോട് പറഞ്ഞു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. വ്യക്തമായി കേട്ടോ, ഇറങ്ങാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് ആ മണ്ണിലേക്ക് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ഊതണം. സൂറത്തു യാസീൻ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു, യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ ഊതണം മണ്ണിലോട്ട്. എന്നിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പോക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാള് പിടിച്ചുകൊണ്ട് ശത്രുക്കൾ മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ AK-47 ഒന്നും അല്ല എടുത്തിട്ട് ഒരു പിടി മണ്ണ്. അല്ലാഹ് ആരാന്ന് പഠിക്കാനാ ഞാൻ ഇത് പറയണേ. ജിബ്രീൽ AK-47 ആറ്റം ബോംബൊന്നും കൊണ്ടു കൊടുത്തില്ല. ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. ഒരു പിടി മണ്ണ് വാരി ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറ് ലൈവായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത്. പൊന്നാന മക്കൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ വാതിൽ തുറന്നിട്ട് നെഞ്ച് വിരിച്ചിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അല്ലാഹ്, വേറെ ഒന്നും വേണ്ട. മൂസാ നബി അലൈഹിസ്സലാമും, നിങ്ങൾ ചരിത്രം പഠിക്കും, മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളും ഓടി കടലിന്റെ മുന്നിൽ ചെന്നു. കടലിന്റെ മുന്നിൽ ചെന്നു. മുമ്പില് ചെങ്കടല്, പുറകില് ഫിർഔനും അനുയായികളും. കൂടെ വന്നവര് പറഞ്ഞു, മൂസ തീർന്നു, നമ്മുടെ കാര്യത്തിൽ ഒന്നി വെള്ളത്തിൽ ചാവണം, അല്ലെങ്കിൽ വെട്ടുകൊണ്ട് ചാവണം, ഏത് വേണം തീരുമാനിക്കാം. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണം? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കണേ? മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന കമ്പെടുത്തിട്ട് വെള്ളത്തിൽ അടിച്ചപ്പോഴത്തേക്ക് വഴിയായി കഴിഞ്ഞ് നടന്നു പോയില്ലേ? നാം പഠിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇറങ്ങിപ്പോയി. വഴിയിൽ കാത്തു നിൽക്കുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന് വാഹനം റെഡിയായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചോദിച്ചു, അബൂബക്കറെ, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ആ ചങ്ങാതി ആ വെളിയും കാത്തു നിൽക്കുക. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. കൂടെ അപ്പൊ തന്നെ കയറി. രണ്ടുപേരും കൂടെ യാത്ര പോകുമ്പോഴാണ് ഈ പൊട്ടന്മാരറിഞ്ഞത് നാട് വിട്ടത്. ആളിവിടെ നിന്ന് പോയെന്ന് പിന്നീട് അറിഞ്ഞ് ശത്രുക്കൾ മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് 4 ഭാഗത്ത് ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കൊല്ലുന്നതിന് വേണ്ടി പരക്കം പായുകയാണ്. അപ്പോഴാണ് പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നത്. നമുക്ക് ചരിത്രം അറിയല്ലോ. ഗുഹയ്ക്കകത്ത് എങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുക. അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കർ നീ ഇരുന്ന് വിറയ്ക്കണേ? എന്താ പറ്റിയേ? എന്താണ് നിനക്ക് പറ്റിയത്? ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, മുകളിൽ ശത്രു വന്നു കഴിഞ്ഞു. മുകളിൽ ശത്രുക്കൾ വന്നു കഴിഞ്ഞു. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഇതിനകത്തടിക്കുകയാ. അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മൾ കൊല്ലും.
അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് വിറച്ചുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ശത്രുക്കൾ ഗുഹയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുകയാണ്. അവരെങ്ങാനും താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ, നമ്മളെ കൊല്ലുമല്ലോ നബിയേ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിരുന്ന് ചിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ ചിരിക്കുന്നത്? ഈ സമയത്താണോ ചിരിക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് വിറച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി പറയുന്നു, അബൂബക്കറേ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. മൂന്നാമനായിട്ട് പടച്ചറപ്പ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ നീ ഭയക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവനവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ, അവനൊന്ന് താഴേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹു വിചാരിക്കണം. അബൂബക്കറേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടല്ലോ. എന്തിനാ നമ്മളെ ഭയപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളോട് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ ആരെ ഭയപ്പെടാനാ? നമ്മൾ ആരെ ഭയപ്പെടാനാ? നമ്മൾ ആരെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നീ ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. എന്തേ മനുഷ്യ നീ ചിന്തിക്കാത്തത്? എടാ, ജനിച്ചപ്പോഴേ നിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. എന്തിനാ ബാങ്ക് ഇഖാമത്ത് കൊടുത്തതെന്നറിയോ? നീ മരിച്ചു കഴിഞ്ഞാ പിന്നെ ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ സമയമില്ല. നീ മരിച്ചു കഴിഞ്ഞാ പിന്നെ ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ സമയമില്ല. കുളിപ്പിച്ച് നിന്നെ പെട്ടെന്ന് കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് കുഴിച്ചിടണം. അതിനു വേണ്ടിയുള്ള ബാങ്കും ഇഖാമത്തും ജനിച്ചപ്പോഴേ ചെവിയിൽ വിളിച്ചു വെച്ചിരിക്കുന്നു പെങ്ങള്. പിന്നെ എന്തിനാ മോളെ പേടിക്കുന്നത്? നീ ഉമ്മയുടെ വയറ്റിൽ കിടന്നു മാസങ്ങളോ പ്രായമായപ്പോ, നീ 3 മാസം കഴിഞ്ഞപ്പോഴ് അല്ലാഹു നിന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട് മോളെ. ഈ ദുനിയാവിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കണമെന്ന്, ഈ ദുനിയാവിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കണമെന്ന് അല്ലാഹു നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടിമാറ്റാ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളുടെ ചോദിക്കും, ഉസ്താദേ, അല്ലാഹ് എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു, അല്ലാഹു എന്നെ വേദനിപ്പിക്കുന്നു, ശത്രുക്കളെ നമുക്കെതിരെ വരുന്നുണ്ടല്ലോ, എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ എന്തേ ഉസ്താദ് അല്ലാഹ് എന്നെ കണ്ണുനീര് കുടിപ്പിക്കണേ? നീ ചോദിക്കുമല്ലോ, ഉസ്താദ് എല്ലാവർക്കും മക്കളുണ്ട്, 10 കൊല്ലമായി എനിക്കില്ലല്ലോ. എല്ലാവർക്കും വീടുണ്ട്, എനിക്ക് വീടില്ലല്ലോ. എന്തേ ഉസ്താദ് എനിക്ക് മാത്രം അല്ലാഹ് സന്തോഷമുള്ളൊരു ജീവിതം തരാത്തത്? ഞാൻ നിസ്കരിക്കുന്നവളാ, ഞാൻ ഖുർആൻ ഓതുന്നവളാ, ഞാൻ സദഖ കൊടുക്കുന്നവളാ, എന്നിട്ടും അല്ലാഹ് എനിക്ക് ക്യാൻസർ തന്നല്ലോ, അല്ലാഹു എനിക്ക് രോഗങ്ങൾ തന്നല്ലോ, അല്ലാഹ്ക്ക് എന്നോട് വല്ലാത്ത വെറുപ്പാണല്ലോ എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
നമ്മളങ്ങനല്ലേ? നമുക്ക് അള്ളാഹു എന്തെങ്കിലുമൊക്കെ തരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ്ക്ക് നമ്മളോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്നാണ്. ഇവിടെ ചങ്ങാതി അങ്ങനെ പറയരുത്. അള്ളാഹുവിന് ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയ അള്ളാഹ് സ്നേഹം കൂടിയ കെട്ടിപ്പിടിക്കൂല. അള്ളാഹുവിന് ഒരു അടിമയോട് സ്നേഹം കൂടി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കൂല. അള്ളാഹ് നോക്കും, നിന്നെ നല്ലതുപോലെ ഒന്ന് അളക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ക്യാൻസർ രോഗം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറത്തെ കാക്കുമാറാകട്ടെ. എങ്കിലും പരലോകത്ത് ചെല്ലുമ്പോഴേ, അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ, മഹ്ശറയിൽ പോകുമ്പോ, ഈ ക്യാൻസർ രോഗം വന്ന് മരിച്ച മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നമ്മൾ പറയുവത്രേ, എനിക്ക് ഇതുപോലും വന്നില്ലല്ലോ അള്ളാഹ് എന്ന് പറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ക്യാൻസർ രോഗം അതൊക്കെ വന്ന ആൾക്കാര് അവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ നമ്മൾ പറയണത്, എനിക്ക് ഇതുപോലും വന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ്ക്ക് സ്നേഹം കൂടിയ അള്ളാഹ് കെട്ടിപ്പിടിക്കൂല. അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും? നല്ലതുപോലെ ഒന്ന് കൊടയും. നിങ്ങൾ ചിന്തിക്ക്, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് ആരെയായിരുന്നു? പ്രവാചകന്മാരെയാണ്. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകുടിയന്മാർക്കായിരുന്നില്ല, കാഫിരീങ്ങൾക്കായിരുന്നില്ല. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് മുത്തുനബിയ. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി, പിന്നെ ഉമ്മാനെ കണ്ടു കൊതിരും, ഉമ്മ പോയി, താങ്ങും തണലുമായിരുന്നു എല്ലാരും പോയി, ഭാര്യമാര് പോയി, മക്കള് പോയി. നമ്മൾ ഒരെണ്ണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്ര മക്കളുടെ മയ്യത്താ ഖബറിൽ ഇറക്കി വെച്ചേ? പട്ടിണി കിടന്ന് അള്ളാന്റെ റസൂല് തങ്ങള് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്ക, പുല്ലു പറിച്ച് തിന്നത്ര വിശന്നിട്ട്. നമ്മള് തിന്നിട്ട് പണ്ടെന്നറിയുമ്പോ പച്ചയില പറിച്ച് തിന്നും. ഏത്? ജെറുജറൊക്കെ വെടിച്ചിട്ട് മല്ലിയില തിന്നും നമ്മൾ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മന്തി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടിയാ നമ്മൾ തിന്നണേ. മുത്തുനബി പുല്ലു പറിച്ചു തിന്നു, വൃക്ഷത്തിന്റെ ഇല പറിച്ച് കഴിച്ചു. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയില്ലേ മുത്തുനബി? ഉറങ്ങാൻ പറ്റാതെ തലകീഴായിട്ട് കിടന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ അള്ളാഹു പറയുകയാ, സ്വർഗ്ഗവോസിന് കിട്ടൂല ആർക്കും. സ്വർഗ്ഗവോസിന് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലടാ. ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്, ഇത്തിരി ദുരിതങ്ങളൊക്കെ അനുഭവിക്കണം. അള്ളാഹ് പറഞ്ഞു, ഞാൻ എങ്ങനെ എന്റെ അടിമയെ പരീക്ഷിക്കുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിന്നെ അള്ളാഹ് പേടിപ്പിക്കും, വിറപ്പിക്കും. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പേടിപ്പിക്കും. എങ്ങനെ പേടിപ്പിക്കും? ഈയിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ കൊല്ലുമെന്നുള്ളൊരു അവസ്ഥ വരും നമ്മുടെ രാജ്യത്ത്. ഏക സിവിൽ കോഡും പൗരത്വ ബില്ലൊക്കെ അതിലൊക്കെ ഈ ഹദീസിന്റെ സത്യവ, ഖുർആൻ പറഞ്ഞ സത്യവ വരാതിരിക്കാൻ പറ്റുമോ? ശത്രുക്കൾ മുഴുവനും നമ്മളെ ഒറ്റക്കെട്ടായി നിന്നിട്ട് മുസ്ലിമിനെ കൊല്ലും എന്നൊക്കെ പറയും. അപ്പോഴും നീ പറയണം, ഞാൻ മുസ്ലിമാ, ഞാൻ മുസ്ലിമാ, ഞാൻ മുസ്ലിമാ. എടുത്ത് പത്രത്തിലുണ്ടായിരുന്നല്ലോ, ജയ് ശ്രീരാം എന്ന് വിളിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് പറഞ്ഞു, വിളിക്കടാ ഇല്ലെങ്കിൽ ഇപ്പൊ കത്തിക്കും. അവന്റെ വാപ്പ പോലും പറഞ്ഞു, വിളിച്ചേരും മോനെ. അവൻ വിളിച്ചില്ല. അതാ മുസ്ലിം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് കടന്നു വരും. നമ്മൾ എന്ത് ചിന്തിക്കണം? അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹ് ഉണ്ടെങ്കിൽ പിന്നെ ആരെ പേടിക്കാനാ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീടും പറമ്പും പോയാ പോട്ടെ, എന്തായാലും മരിക്കൂലേ? മരിക്കുവോ? വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അങ്ങനെ നിങ്ങൾ മരിക്കുവോ? പെണ്ണുങ്ങളൊക്കെ കൈപൊക്കി. വളയും മോതിരൊക്കെ കാണുന്നുണ്ട്, എന്നെല്ലാം ഇവിടെ തന്നേക്കണം. എന്തായാലും നിനക്ക് ഉറപ്പായില്ല മരണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും അസ്റായിൽ നിന്നെ പൊക്കിയിരിക്കും. ആ ഒരു ഉറപ്പാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കൂന്ന് എല്ലാത്തിനും അറിയാം, പക്ഷെ നമ്മൾ പറയണ എന്തേ? ഇപ്പൊ മരിക്കൂല. എല്ലാവർക്കും അറിയാം മരിക്കുമെന്ന്. ഈ ഇരിക്കുന്ന 60 വയസ്സുള്ള വാപ്പാനോട് ചോദിച്ചാലും പറയും സമയമായില്ല, ഇനിയും കുറെ കാലം ജീവിക്കും. ഇല്ലേ ഉമ്മ? 18, 20 വയസ്സുള്ള 25 വയസ്സുള്ള പെണ്ണിന്റെ ശരീരത്തില്ലാത്തതിനേക്കാളും സ്വർണ്ണമാ നിങ്ങളുടെ നാട്ടിൽ 50, 60 വയസ്സുള്ള ഉമ്മായിക്കില്ലേ? ചെറിയ പെൺകുട്ടികൾ ഒരു കമ്മലിടും. 18, 20 വയസ്സുള്ള കല്യാണം ഇത്തിരി കൂടെ മുകളിലോട്ട് ഒന്നുകൂടെ കയറും.
പിന്നെ നോക്കുമ്പോ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക, 18-ാം പടി പോലെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക അല്ലെ, പ്രായമാകും. അതെന്താ ഇവിടെ അങ്ങനെ? അല്ലാഹു, ഞാൻ എത്രയോ ഉമ്മമാരെ കണ്ടിട്ടുണ്ട്. ആ ഉമ്മ വാതിന് വരണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ഉമ്മമാര് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പാപം, കുഴപ്പമൊന്നുമില്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കും മനുഷ്യ, ഇടം മരണമെന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മളെ തേടി വരും. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? എന്റെ പൊന്നാര കാക്ക, എന്റെ മുന്നിൽ ഇരിക്കണവർക്കല്ലേ ഞാൻ വഴുതു പറയുന്നത്. എവിടോ കിടക്കുന്നവനെ കുറ്റം പറയും. എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കാനല്ലേ ഞാൻ വഴുതു പറയണേ. മൊബൈലിലൂടെ കാണുന്നവന് കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റണവരൊക്കെ വിട്ട്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൽമു വേണോന്ന് പറഞ്ഞ് വരുന്നവനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുന്ന കാലം മാറിയില്ലേ? അൽഹംദുലില്ലാഹ്. എന്തായാലും ഇത്തിരി എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണം? പറമൻഷ ഉണ്ടോ? ഉണ്ടോ? എന്താ അടയാളം ഉണ്ടോ? അമിനത്ത ചായ കുടിച്ചോ? അവസാനത്തെ കുടിയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുടിച്ചോ? ഇന്നും കൂടെ കുടിക്കാൻ പറ്റും. നാളെ ഇതേ സമയത്ത് അകത്ത് കടന്ന് കുടിക്കാം. ഇവിടെ മരണത്തിന് വല്ല അടയാളം ഉണ്ട് മനുഷ്യ, അടയാളം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഇരിക്കുന്നതിലെ പലതെണ്ണത്തിനെയും പള്ളിക്കുഴി കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ട്. കാണുമ്പോ തന്നെ അറിയാം. ഈ ഇരിക്കണ പല ആണുങ്ങളെ നോക്കുമ്പോ നിങ്ങളുടെയും സമയമൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. എല്ലാത്തിനും ഹത്തീബ് ഉൾപ്പെടെ സമയമായി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ മരണത്തിന് അടയാളുണ്ട്. എന്റെ മരണം അടുത്തു. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഇത്ര ഉറപ്പെന്താ? മരണത്തിന്റെ അടയാളം എന്താണെന്നറിയോ? പറഞ്ഞുതരട്ടെ മനുഷ്യന്മാരെ. ധൈര്യം അറ്റാക്കൊന്നും വരത്തില്ലല്ലോ. എങ്ങനാ അടയാളം പറഞ്ഞുതരട്ടെ? നാളെ പോയി കഫൻ തുണി വാങ്ങിച്ചോണം കേട്ടോ. ഇനി ഫർദൊന്നും വാങ്ങിക്കരുത്. സ്വർണ്ണൊക്കെ ഇന്ന് തന്നെ ഒരു ബക്കറ്റ് ഇട്ടേക്കണം. ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. നാളെ ഇവിടുത്തെ പള്ളിത്തുണി തന്നെ കൊണ്ടുവരും. അല്ലാഹു ഈമാനുള്ള മരണം തരുമാറാകട്ടെ. മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്നറിയോ? തലമുടി നോക്കിയാ മതി. ആണുങ്ങളും പെണ്ണുങ്ങളും തലയിലെ മുടിയില് നോക്കണം. താടിയുള്ളവര് താടിയിൽ നോക്കണം. കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ കഫൻ തുണി നീ വാങ്ങിച്ചു വെച്ചോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്താ അടയാളം? എന്താ അടയാളം? ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഴി വെട്ടാൻ സമയമായി. തലമുടി നല്ലതുപോലെ അവള് കൈ കൊടുക്കാൻ തന്നെയല്ലേ. അൽഹംദുലില്ലാഹ്, സാലിഹത്തായ മകളാക്കുമാറാകട്ടെ. ഒരു മുടിയെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നീ റെഡി ആയിക്കോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. സമാധാനായില്ലേ? നിങ്ങൾ പറ, സമാധാനായില്ലേ? എന്റെ താത്ത ഒരെണ്ണമല്ല ഉസ്താദെ, ഞാൻ ഇങ്ങനെ ഹിജാബ് ഇങ്ങനെ നല്ലതുപോലെ ഇട്ടിരിക്കുന്നത് വെളുത്തത് പുറത്ത് കാണാതിരിക്കാനാണ്. സർവ്വ മുടിയെ നരച്ചു നിന്റെ. എന്നിട്ട് നീ ഇങ്ങനെ ഒരുങ്ങി കെട്ടി നടക്കുന്ന എന്തിനാ? പള്ളിക്കുഴി പോകാൻ സമയമായി, ഒരുങ്ങിക്കോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതവും ഇതൊക്കെ വരും. എന്തിനാ അല്ലാഹ് തരുന്നതെന്നറിയോ? നിനക്ക് ഈമാൻ ഉണ്ടോ എന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നേ. നിനക്ക് ഈമാൻ ഉണ്ടോ എന്ന് അല്ലാഹു ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തോറ്റുപോകരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മള് മാസ്ക് ഇട്ടുകൊണ്ട് നടക്കാം, കൊറോണ പേടിച്ചിട്ട്. എടാ, വരാനുണ്ടെങ്കിൽ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മാസ്ക് കൊണ്ടൊന്നും കൊറോണയെ തടയാൻ പറ്റൂല. അതൊക്കെ വേണമെങ്കിൽ സമാധാനത്തിന് നമുക്ക് ചെയ്യാം. ഇപ്പൊ പിന്നെ ഒന്നും ഇല്ലല്ലോ, ഇല്ലേ? ഇപ്പൊ പോലീസുകാരെ മുന്നിൽ മാത്രമേ നമ്മൾ മാസ്ക് എടുത്തുള്ളൂ. കാരണം എന്താ? പെറ്റിയടിച്ച് കൈ കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തവക്കൽതു അലല്ലാഹ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹ് കൂടെയുണ്ട്. നോ പ്രോബ്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. യാതൊരു പേടിയും വേണ്ട. പടച്ച റബ്ബുണ്ടെന്നുള്ള ധൈര്യമുണ്ട്. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. മൂന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ
ربهم يتوكلون إنما السلطان على الذين يتولون والذين هم به مشركون തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ ഉപദ്രവത്തിൽ നിന്ന്? പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉസ്താദേ, വീടിനകത്ത് എന്തോ ഉണ്ടോ, എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, പറയാറില്ലേ? വീടിനകത്ത് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദേ. വീടിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് തുള്ളലളവാന്ന് പറയണില്ലേ? ശൈത്താന്റെ ശർറുകൾ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പൈശാചികമായിട്ടുള്ള ഉപദ്രവം കാരണം സഹിക്കാൻ പറ്റുന്നില്ല, ദുആ ചെയ്യണേ എന്ന്. അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൈത്താന്റെ ശർറ് വലിയ ശർറാ. ആ പൈശാചികമായിട്ടുള്ള ഉപദ്രവം എന്തിന് നമ്മളൊക്കെ പറയുമല്ലോ, ദാഹമൗത്തതു കൂട്ടിടും ഇബ്ലീസു കൂസിനെ കാട്ടിടും നേരല്ലായിനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. ഈ ശൈത്താനിനെ ജീവിതത്തിൽ നിന്ന് ആട്ടി ഓടിച്ചാൽ ആ മരണസമയത്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പലരും പറയും, ഉസ്താദേ വീടിനകത്ത് ഭയങ്കര പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ട്, ഇബ്ലീസിനെ ഇറക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഇവിടെ ആരുടെ വീടിനകത്തിരിക്കുന്ന ശൈത്താനെയും ഇറക്കി വിടാം. പൈസ ഒന്നും വേണ്ട, കൂടോത്രവും മന്ത്രവാദവും ഒന്നും വേണ്ട. ഇറക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യോ 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 നിങ്ങൾക്ക് വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ആദ്യം നിന്റെ ശരീരത്തിൽ കൂടി ഇരിക്കുന്ന ശൈത്താൻ ഇറക്കാം, പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കാം. അത് അങ്ങനെ വേണോന്ന് ചോദിച്ചപ്പം വെടികൊണ്ടതുപോലെ ഇരിക്കുക. കാരണം എന്താ ഉസ്താദെ, ഞാനും ശൈത്താനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഉറച്ചതാ, എങ്ങനെ ഓനെ ഇറക്കി വിടും? ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വെച്ച് ഇങ്ങനെ ഇറക്കി വിടാ. പണ്ടൊരാള്, ഞാൻ ഹജ്ജിന് പോയ സമയത്താണ് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്, ഒരാളിങ്ങനെ ഹജറുൽ അസ്വദ്, ഒരാൾ ജംറയിൽ പോയി കല്ലെറിയ. ചിലരൊക്കെ ജംറയിൽ പോയി കല്ലെറിയാറുണ്ട്. അപ്പൊ ശൈത്താൻ തന്നെ ചോദിക്കുക, അളിയ നമ്മൾ തമ്മിൽ എറിയണോടാ. ജംറയിൽ പോയിട്ട് ശൈത്താനെ കല്ലെറിയുമ്പോ ശൈത്താൻ തന്നെ ചോദിക്കുക, നീ എന്നെ എറിയുന്നോടാ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശൈത്താന്റെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറാൻ നിങ്ങളുടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. പൈസ ചെലവൊന്നുമില്ല. ഖുർആനിലെ ഒരായത്ത് വീട്ടിൽ പോയി ഓതിയാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. പോരാ, ഒന്നുകൂടെ ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി. നീ ചിരിച്ചോണ്ട് തന്നെ ഇപ്പൊ നീ ഇരുന്ന് ചിരിക്കും. അവസാനം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ നീ ഈമാനില്ലാതെ ചാകുമ്പോ ഇബ്ലീസ് നിന്നിങ്ങനെ ചിരിച്ചു കാണിച്ചു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരായത്ത് ഓതുവോ? അല്ലാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കുക. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ, പെണ്ണുപിള്ളമാര് കാണുന്നുണ്ട്. പലരും കൈവക്കിയില്ല. കാരണം എന്താ? എന്റെ പൊന്നാര സിറാജ് ഉസ്താദ്, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനി ഇവള് സ്വർഗത്തിലുണ്ടാകും. പടച്ച നമ്മുടെ ഭാര്യമാരൊക്കെ പാവങ്ങളാട്ടാ. അള്ളാഹു അവരൊക്കെ നല്ല പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഭർത്താക്കന്മാരെ സ്വർഗത്തിൽ വേണോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. സുബ്ഹാനല്ലാഹ്, ഇന്ന് തന്നെ കുടുംബ കലഹം ഉണ്ടാകും. അല്ലാഹു നമ്മളെ കുടുംബ സമേതം സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജോലി കൊടുത്തു, കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ജോലി.
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു രാത്രി ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ തലയിൽ തുണി ഇട്ടിട്ട് ഒരു ചങ്ങാതി ഇരുന്നിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്കുക, മോഷണം നടത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചെന്ന് പിടിച്ചു. വാ നബിയുടെ മുന്നിൽ പോകാം, വാ, കള്ളനല്ലേ നീ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും, വാടാ. അപ്പൊ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബൂ ഹുറൈറ പട്ടിണിയ, ദാരിദ്ര്യവ, വീട്ടിൽ വലിയ പ്രയാസവ, ഗതികേട് കൊണ്ടുവന്നത്, എന്നെ പിടിച്ചോണ്ട് പോലെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരു പാവ ചങ്ങാതി അങ്ങ് വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാത്രിയായപ്പോ ഇതേ ചങ്ങാതി അന്നും വന്നു. അന്ന് ഇങ്ങനെ ചാക്കിനകത്ത് വാരിയിടുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നും പിടിച്ചു. അപ്പൊ പറഞ്ഞു, ഭാര്യയും മക്കളും വിശന്ന് കരയുന്നത് കണ്ടിട്ട് വന്നുപോയതാ, ഇനി ഞാൻ വരൂലട്ടാ. അന്നും വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും ഈ മനുഷ്യൻ മോഷണം നടത്താൻ വന്നു. അന്നും അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു. അന്ന് പറഞ്ഞു, ഇനി നീ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ഞാൻ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിത്തരാം. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിനക്ക് ശിക്ഷ വാങ്ങിത്തരും. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, ആ ചങ്ങാതിക്ക് മനസ്സിലായി, ഇനി കരഞ്ഞിട്ടും ദാരിദ്ര്യം പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ നിനക്കൊരു ഇൽമു പഠിപ്പിച്ചു തരാം. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ ഓതുകയാണെങ്കിൽ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. ഇൽമിനോട് വല്ലാത്ത സ്നേഹം അബൂ ഹുറൈറ തങ്ങൾക്ക്. കേട്ട ഉടനെ ചോദിച്ചു, എന്താ? പറഞ്ഞു കൊടുത്തു, വിട്ടുകളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയി സുബഹി നമസ്കാരം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടുവില്ലേ? കള്ളനെ വെറുതെ വിട്ടുവില്ലേ? നബിയെ, 2 ദിവസം ഓൻ കരഞ്ഞപ്പോ ഞാൻ വെറുതെ വിട്ടതാ. മൂന്നാമത് ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ അവ എനിക്കൊരു ഇൽമു പറഞ്ഞു തന്നു, അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണ്. ആരായിരുന്നറിയോ? അത് ഇബ്ലീസായിരുന്നു. ഇബ്ലീസ് തന്നെയാ പറഞ്ഞത്. ഖുർആനിലെ ഈ ആയത്തോതിയ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ പറഞ്ഞത്? ഇബ്ലീസ് തന്നെയാ ഇത് പറഞ്ഞു കൊടുത്തത്. കാരണം ഇബ്ലീസിന് വലിയ അറിവല്ല, മലക്കുകളുടെ ഉസ്താദായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായത്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുൽ കുർസിയുണ്ടല്ലോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇന്ന് വഴുത് കഴിഞ്ഞ് വിടന്ന വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങളുടെ വീടിനകത്ത് കയറി നിന്നിട്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്താ വീടിനകത്തിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിക്കുകയാ. വീടിനകത്തിരിക്കുന്ന ഇബ്ലീസ് തന്റെ മക്കളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഇന്ന് നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല, ഇന്ന് നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല, ഇനി നമുക്ക് വേറെ വീട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസും തന്റെ മക്കളും ഇറങ്ങിപ്പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വീട്ടിൽ പോയിട്ട് ആയത്തുൽ കുർസി ഓതിയ ഇബ്ലീസ് പറയും, ഇന്ന് ഇനി ഇവിടെ കിടന്നുറങ്ങാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട് നോക്കാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്ലീസ് പറയും, ഒന്ന് നിൽക്കും മക്കളെ, ഭക്ഷണം ഉണ്ടോന്ന് നോക്കാം. എന്തായാലും ഇന്ന് ഇനിയിപ്പോ ഉറങ്ങാൻ പറ്റത്തില്ല. ഇബ്ലീസ് പറയും, ഇന്നിവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ച ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് തിന്നും. ബിസ്മി പറഞ്ഞ ശൈത്താൻ പറയും, ഇന്ന് പട്ടിണി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വീടിനകത്തേക്ക് കയറുമ്പോ, ഇന്നിവിടുന്ന് വഅദ് കഴിഞ്ഞ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നീ പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. രക്ഷപ്പെട്ട സഹോദരാ, വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ അപ്പോഴും പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അപ്പോഴും നീ രക്ഷപ്പെടുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാ, മുത്തുനബി അവിടെ പറഞ്ഞല്ലോ,
വൈകുന്നേരം സമയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വെളിയിൽ വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഉമ്മമാര് പറയുന്ന ഉസ്താദേ, മക്കള് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ കടന്ന് കാണിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞടി പൊന്നുമോളെ, മക്കളുള്ള ഓരോ ഉമ്മമാരും കേട്ടോ, നീ എപ്പോഴാ കറങ്ങാൻ പോകുന്നത്? പണ്ടുള്ള ഉമ്മമാര് പറയും 6 മണി കഴിഞ്ഞാ കുഞ്ഞുങ്ങള് വീടിന്റെ വെളിയിലിറങ്ങരുത്. ആ സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോ മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ, കുട്ടികളെ വെളിയിൽ വിടല്ലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു നിർത്തണേ. ആ സമയത്ത് പിശാച് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വൈകുന്നേര സമയം ഒരു 6 മണി കഴിഞ്ഞാൽ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കൊച്ചുമക്കളെ വീടിന് പുറത്തു വിടരുത്, നിങ്ങൾ വീടിനകത്ത് പിടിച്ചു നിർത്തണേ എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മൾ എപ്പോഴാ പോണേ? അപ്പോഴാ ഇറങ്ങണേ, നമ്മൾ അപ്പോഴാ വെളിയിൽ ഇറങ്ങണേ. അതുകൊണ്ട് തന്നെയാ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന 3ാമത്തെ പ്രതിഫലം, ശൈത്താനിന്റെ ശർറിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 4 നിർത്താറായോ? 10:15 അതുകൊണ്ടാ 10 കഴിഞ്ഞ് നിർത്താറായോ? ഞാൻ 10:30 ഇപ്പൊ ചവിട്ടിയാലേ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് ദുആ ചെയ്യുമ്പോ 10:30 എന്ത് വേണം? ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇരുന്നാ പറയും, അല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി ബക്കറ്റ് എടുത്ത് പെട്ടെന്ന് ആ പൊക്കിയ കൈ കൊണ്ട് പോക്കറ്റ് കൈയിട്ട് പൈസ എടുക്കും. അൽഹംദുലില്ലാഹ്. അസ്സദഖത്തു റദ്ദുൽ ബലായ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തിനെ തട്ടിമാറ്റുന്ന ഏത് ക്യാൻസർ രോഗത്തിനെയും ഏത് മാരക രോഗത്തിനെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും.